കുറച്ചു വർഷം മുമ്പ് വരെ തിയേറ്റർ കഴിഞ്ഞാൽ സിനിമാ നിർമ്മാതാക്കൾക്ക് രണ്ടാം വരുമാന ഇടമായി കണ്ടിരുന്നത് ചാനൽ സാറ്റലൈറ്റ് വിപണിയായിരുന്നു. ചാനലുകൾ പഴയതുപോലെ സിനിമ എടുക്കാതായതോടെ സാറ്റലൈറ്റ് വിപണി മങ്ങി. ഇപ്പോൾ നിർമ്മാതാക്കൾ പ്രതീക്ഷയർപ്പിക്കുന്നത് OTT വിപണിയിലാണ്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിർമ്മാതാക്കളെ പിടിച്ചു നിർത്തുന്നത് OTT വിപണിയാണ്. 2023-ൽ മലയാളത്തിൽ 220 സിനിമകൾ റിലീസായതിൽ സാമ്പത്തികമായി വിജയിച്ചത് 19 എണ്ണം മാത്രമാണ്. അതിൽ തന്നെ വലിയ ഹിറ്റായത് 5 എണ്ണം മാത്രമാണ്. ഒരു സിനിമയുടെ ശരാശരി നിർമ്മാണ ചെലവ് 3 കോടിയെന്ന് കണക്കാക്കിയാൽ ഏകദേശ നഷ്ടം 600 കോടിക്ക് മുകളിൽ വരും. ഇത്രയും വലിയ നഷ്ടത്തിൽ നിന്ന് സിനിമയെ പിടിച്ചു നിർത്തുന്നതിൽ OTT പ്ലാറ്റ്ഫോമുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. 2023-ലെ സിനിമകളിൽ 70% OTTകളിൽ കച്ചവടമുറപ്പിച്ചവയാണ്. ബാക്കിയുള്ളവയിലും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിയപ്പെടുന്ന അഭിനേതാക്കളോ സംവിധായകരോ ഉള്ള ചിത്രങ്ങൾക്ക് 2-3 കോടി വരെ നൽകാൻ OTTക്കാർ തയ്യാറാണ്. കഴിഞ്ഞ വർഷം നഷ്ടം വന്ന സിനിമകളിൽ 450 കോടിയോളം രൂപ ഇത്തരത്തിൽ ലഭിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. മലയാളത്തിൽ OTTകളുടെ തുടക്കകാലത്ത് എല്ലാ സിനിമകളും നല്ല തുക നൽകിയെടുത്തിരുന്നു. ഇപ്പോൾ സ്ഥിതി ആകെ മാറി. താരമൂല്യമുള്ളവരുടെ ചിത്രങ്ങൾ മാറ്റി നിർത്തിയാൽ സിനിമകൾ കണ്ടു വിലയിരുത്തിയ ശേഷം മാത്രമേ തുക തീരുമാനിക്കലും കച്ചവടവും നടക്കൂ. തട്ടിക്കൂട്ട് ചിത്രങ്ങളുമായി ചെന്നാൽ കാര്യമില്ലെന്നർത്ഥം. പുതിയ ചിത്രങ്ങൾ 1.5 മാസം കഴിഞ്ഞാൽ OTTകളിൽ വരുന്നുണ്ട്. സിം റീചാർജിന്റെ കൂടെ കോംബോ പാക്കായി OTT സബ്സ്ക്രിപ്ഷൻ നൽകിയത് ചെറുപ്പക്കാർക്കിടയിൽ വ്യാപക പ്രചരണത്തിന് കാരണമായി. കുറച്ചു വർഷങ്ങളായി യൂട്യൂബുകളിൽ ഒട്ടേറെ വെബ് സീരീസുകൾ എത്തുന്നുണ്ട്. എന്നാൽ വലിയ വീഡിയോ പ്ലാറ്റ്ഫോമുകൾ റിലീസ് ചെയ്തു തുടങ്ങിയതോടെയാണ് മലയാളം സീരീസുകൾ ഉണർന്നത്. ഹോട്ട്സ്റ്റാർ കഴിഞ്ഞ 8 മാസത്തിനിടെ കേരള ക്രൈം ഫയൽസ്, മാസ്റ്റർപീസ്, പേരില്ലൂർ പ്രീമിയർ ലീഗ് എന്നിങ്ങനെ 3 മലയാളം വെബ് സീരീസുകൾ റിലീസ് ചെയ്തു.